ആ കുട്ടി എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തെന്നൊന്നും ഒരു കേസിലുമില്ല. ആ എഫ്ഐആറൊക്കെ ഞാൻ വായിച്ചു. അതില് പുക വലിച്ചു. ഞാനും പുക വലിക്കുന്നതാണ്. വല്ലപ്പോഴും റിസൾട്ട് പേടിയെന്നൊക്കെ പറയുന്നു. പണ്ട് ജയിലിൽ കിടന്ന് പഠിച്ചതാണ്. MT വാസു എന്നാലും വീഡിയോ വലിക്കുമായിരുന്നു. കെട്ടുകണക്കിന് വേണ്ടി വലിക്കുന്ന സമയം അടുത്ത സമയം വലിക്കും. നമുക്ക് അങ്ങനെ ചെറുക്കാശീലോ പുക വലിച്ച് എഫ്ഐആറിൽ എഴുതി. ആയിക്കോട്ടെ, അതിന് ജാമ്യമില്ലാത്ത വകുപ്പ് നേടുന്നു. തുടർന്ന് ശ്രീ നമ്മൾ 24 കണക്റ്റിന്റെ ഭാഗമായി വിവിധ കോളേജുകളും സ്കൂളുകളും ഒക്കെ ലഹരി ബോധവൽക്കരണത്തിന് പോകാറുണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മുടെ കൂടെ വരുന്ന എക്സൈസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടും. അത്രത്തോളം ആഴത്തിലേക്ക് ഈ ലഹരി മാഫിയ അവരുടെ വേരുകൾ പടർത്തിയിരിക്കുന്നു. അത്രത്തോളം പുതിയ രീതികൾ നമ്മളൊക്കെ ഇവരുടെ ഒരു രീതി കണ്ടുപിടിക്കുമ്പോഴേക്കും അവർ ഒരു 10 മടങ്ങ് അപ്പുറത്തേക്ക് പുതിയ രീതികളുമായി ആരാലും കണ്ടെത്താൻ കഴിയാതെ മുന്നോട്ടേക്ക് കുതിക്കുന്നു. അങ്ങനെ നാട് മൊത്തം കുട്ടിച്ചോറാക്കാൻ പരുവത്തിന്, ഈ പറഞ്ഞ അഗ്നിപർവ്വതത്തിന് മുകളിലിരിക്കുന്ന പരുവത്തിൽ നാട് എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു കഞ്ചാവ് കേസിനെ മന്ത്രി രാഷ്ട്രീയ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് CPM കൂടി മറുപടി പറയേണ്ട ഒന്നായി